എല്ലാവർക്കും ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് നമ്പേഴ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സാധാരണ മത്സര പരീക്ഷകൾക്ക് മാത്തമാറ്റിക്സിൻ്റെ ഭാഗത്ത് നിന്ന് സ്ഥിരം ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഡിവിസിബിലിറ്റി റൂൾസ്. അത് ചിലപ്പോൾ 2-ൻ്റെയോ 5-ൻ്റെയോ 8-ൻ്റെയോ 10-ൻ്റെയോ ഒക്കെ ഡിവിസിബിലിറ്റി റൂൾസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ചിലത് ഒരു നമ്പർ തരും, അതിനുശേഷം ഇത് 2 കൊണ്ട് ഡിവിസിബിൾ ആണോ, 8 കൊണ്ട് ഡിവിസിബിൾ ആണോ, 11 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അത് സാധാരണ നമ്മുടെ ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ച് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും. പക്ഷേ ഓർക്കേണ്ടത് എന്തെന്നാൽ ലോങ് ഡിവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത് സാധാരണ ടൈം കൺസ്യൂമിംഗ് ആണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ഒരുപാട് സമയം എടുക്കുകയാണെങ്കിൽ മറ്റ് ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനുള്ള നമ്മുടെ വിലപ്പെട്ട സമയവും കൂടെ നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് ഈ ഡിവിസിബിലിറ്റി റൂൾസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ കൃത്യതയോടെ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാകും. എന്നാൽ പിന്നെ നമുക്ക് ഡിവിസിബിലിറ്റി റൂൾസിലോട്ട് കടന്നാലോ? ഡിവിസിബിലിറ്റി റൂൾസിലേക്ക് കടക്കുന്നതിന് മുമ്പേ ആദ്യം എന്താണ് ഡിവിസിബിലിറ്റി അഥവാ ഭാജ്യത എന്ന് മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ഡിവിസിബിലിറ്റി? 2 സംഖ്യ തന്നിരുന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ സംഖ്യയെ രണ്ടാമത്തെ സംഖ്യ കൊണ്ട് നമുക്ക് പൂർണ്ണമായും ഭാഗിക്കാൻ കഴിയുമെങ്കിൽ, അതായത് നമുക്ക് റിമൈൻഡർ 0 കിട്ടുകയാണെങ്കിൽ അവിടെ എന്തു പറയാം? ഒന്നാമത്തെ സംഖ്യ പൂർണ്ണമായും രണ്ടാമത്തെ സംഖ്യ കൊണ്ട് ഹരിക്കാൻ കഴിയുന്നതാണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ് എന്ന് പറയാം. എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ അനദർ നമ്പർ ഇഫ് ദ റിമൈൻഡർ ഈസ് 0 വെൻ വി ഡിവൈഡ് ദം. അതായത് 2 നമ്പേഴ്സ് തന്നിട്ട് ഫസ്റ്റ് നമ്പറിനെ സെക്കൻഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 0 ആണെങ്കിൽ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് നമുക്ക് പറയാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ഫസ്റ്റ് നമ്പറായിട്ട് 10 എടുക്കുന്നു, സെക്കൻഡ് നമ്പറായിട്ട് 2 എടുക്കുന്നു. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോഷ്യൻ്റ് അഥവാ ഹരണഫലം 5 കിട്ടും, ശിഷ്ടം 0 ആയിരിക്കും. അങ്ങനെ റിമൈൻഡർ 0 കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്തെന്ന് പറയാം? 10 ഈസ് ഡിവിസിബിൾ ബൈ 2 എന്ന് നമുക്ക് ലാസ്റ്റ് എഴുതാൻ കഴിയും. ഇങ്ങനെ ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡിവിസിബിലിറ്റി റൂളിലേക്ക് പോകാം. ആദ്യത്തേത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 2 ആണ്. ഇവിടെ 2വിൻ്റെ ഡിവിസിബിലിറ്റി റൂൾ പഠിക്കുന്നതിന് മുൻപേ ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് ഈവൻ നമ്പേഴ്സ് എന്താണെന്ന്. ഓൾറെഡി ഈവൻ നമ്പേഴ്സിനെ കുറിച്ചും ഓഡ് നമ്പേഴ്സിനെ കുറിച്ചും 0 എന്തുകൊണ്ടാണ് ഒരു ഈവൻ നമ്പർ ആയതെന്നൊക്കെ ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരതും കയറി കാണണേ. 0, 2, 4, 6, 8 ഈ നമ്പേഴ്സിനെ നമ്മൾ ഈവൻ ഡിജിറ്റ്സ് എന്ന് പറയും. ഈ ഈവൻ ഡിജിറ്റ്സ് ഒരു നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റായിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റായിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എൻഡ് ഡിജിറ്റായിട്ട് വരികയാണെങ്കിൽ, ഈ ലാസ്റ്റ് ഡിജിറ്റ്, യൂണിറ്റ് ഡിജിറ്റ്, എൻഡ് ഡിജിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഒരേ ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റായിട്ട് വരികയാണെങ്കിൽ ആ ഒരു നമ്പറിനെ നമുക്ക് 2 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറയാം. എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 2 if its last digit is even. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു നമ്പറിനെ കംപ്ലീറ്റ് ആയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഈവൻ ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? 0, 2, 4, 6, 8. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് ഡിജിറ്റ് ഈ 5 ഡിജിറ്റ്സിൽ ഏതെങ്കിലും ഒന്ന് വരികയാണെങ്കിൽ കണ്ണും പൂട്ടി നിങ്ങൾക്ക് എഴുതാം ദാറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 2 എന്ന്. എക്സാമ്പിൾസ് നോക്കാം. 24, 36, 108, 250. ഇവിടെയൊക്കെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയേ. ഫസ്റ്റ് നമ്പറിലെ ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്, സെക്കൻഡ് നമ്പറിൽ 6, തേർഡ് നമ്പറിൽ 8, ഫോർത്ത് നമ്പറിൽ 0. അപ്പോൾ 24, 36, 108, 250 ഈ 4 നമ്പേഴ്സിലും ലാസ്റ്റ് ഡിജിറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ എൻഡ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈവൻ ഡിജിറ്റ്സ് ആണ്.
അതുകൊണ്ട് നമുക്ക് ഈ 4 നമ്പേഴ്സും 2 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓർക്കുക, ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 2 ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് നമ്മുടെ ഈവൻ ഡിജിറ്റ്സ് ആയ 0, 2, 4, 6, 8 ഇത് 5-ൽ ഏതെങ്കിലും ഒന്ന് വരികയാണെങ്കിൽ ആ നമ്പർ 2 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറയാം. എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 2 ഇഫ് ഇറ്റ്സ് ലാസ്റ്റ് ഡിജിറ്റ് ഈസ് ഈവൻ. അടുത്തത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 3 ആണ്. 3യുടെ ഡിവിസിബിലിറ്റി റൂള് 2-ൽ നിന്നും എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. 3യുടെ ഡിവിസിബിലിറ്റി റൂൾ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന നമ്പറിലെ ഓരോ ഡിജിറ്റ്സും കൂടെ ആഡ് ചെയ്യുക. ഡിജിറ്റ്സിൻ്റെ സം എടുക്കുക. സം എടുക്കുമ്പോൾ കിട്ടുന്ന നമ്പർ 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അല്ലെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മുടെ ഒറിജിനൽ നമ്പരും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഞാനിവിടെ 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്നും പറഞ്ഞു, 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ എന്നും പറഞ്ഞു. 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. രണ്ട് ഐഡിയയും ഒരേ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടെ പറയാം, തന്നിരിക്കുന്ന ഒരു നമ്പർ അതിൻ്റെ ഓരോ ഡിജിറ്റ്സും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സം എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഒറിജിനൽ നമ്പരും 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3 ഇഫ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് ഈസ് ഡിവിസിബിൾ ബൈ 3. സം ഓഫ് ദ ഡിജിറ്റ്സ് 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഒറിജിനൽ നമ്പരും 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. ഫോർ എക്സാമ്പിൾ 123. ഇവിടെ ഡിജിറ്റ്സിൻ്റെ സം എടുക്കുമ്പോൾ 1 + 2 + 3 ആണ്, അത് 6 ആണ്. 6 എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവിസിബിൾ ആണ്, ബിക്കോസ് 6 ഈസ് 2 × 3. അങ്ങനെ 6 3 കൊണ്ട് ഡിവിസിബിൾ ആയതുകൊണ്ട് നമ്മുടെ ഒറിജിനൽ നമ്പറായ 123യും 3 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ ഓർത്തിരിക്കുക, എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3 ഇഫ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് ഈസ് ഡിവിസിബിൾ ബൈ 3. ഡിജിറ്റ്സിന്റെ സമ്മ് 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഒറിജിനൽ നമ്പരും 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇനി നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 4ലേക്ക് കിടക്കാം. 4ന്റെ ഡിവിസിബിലിറ്റി റൂൾ പറയുമ്പോൾ ആദ്യം നിങ്ങൾ ഓർക്കേണ്ടത് ഒരു 1 ഡിജിറ്റോ 2 ഡിജിറ്റോ നമ്പർ വരികയാണെങ്കിൽ 4ന്റെ ടേബിളൊക്കെ വെച്ച് നോക്കി നമുക്ക് ഈസി ആയിട്ട് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഡിവിസിബിലിറ്റി റൂള് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത് ഒരു 3 ഡിജിറ്റ് തൊട്ട് മുകളിലേക്കുള്ള നമ്പേഴ്സ് വരുമ്പോഴാണ്. അവിടെയാണ് ഈ റൂള് നമുക്ക് മെയിനായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെ 3 ഡിജിറ്റോ അതിൽ കൂടുതലോ ഡിജിറ്റ് വരുന്ന നമ്പേഴ്സുകളിൽ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഒരുമിച്ച് ചേർത്ത് എഴുതുമ്പോൾ കിട്ടുന്ന നമ്പറുണ്ട്. ആ നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ നമ്മുടെ ഒറിജിനൽ നമ്പരും 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഒന്നുകൂടെ പറയാം, എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 4 ഇഫ് ദ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഫോം എ നമ്പർ ഡിവിസിബിൾ ബൈ 4. അപ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ചേർത്ത് എഴുതുന്ന നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഒറിജിനൽ നമ്പരും 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, ഈ ലാസ്റ്റ് 2 ഡിജിറ്റ്സിനെ ഏത് ഓർഡറിൽ എഴുതാൻ കഴിയുമോ എന്ന്. നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിളായിട്ട് 418 418. ഇതിലെ ലാസ്റ്റ് 2 ഡിജിറ്റ് 1ഉം 8ഉം ആണ്. അതിനെ 18 എന്ന് നമുക്ക് ചേർത്ത് എഴുതാം. ഓർഡർ തിരിച്ച് 81 എന്ന് എഴുതരുത്. അങ്ങനെ എഴുതിയാൽ ഈ റൂള് യൂസ് ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ 18 തന്നെ എഴുതണം. ആ ഓർഡറിൽ വേണം എഴുതി പോകാം. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 534 534. ഇതിൽ 34 ആണ് ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ചേർത്ത് എഴുതുമ്പോൾ കിട്ടുന്ന നമ്പർ, അല്ലാതെ 43 എന്ന് എഴുതരുത്. ഓക്കെ, അങ്ങനെ ഓർഡർ അനുസരിച്ച് വേണം ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ചേർത്ത് എഴുതാൻ. അങ്ങനെ എഴുതുമ്പോൾ കിട്ടുന്ന ആ ഒരു 2 ഡിജിറ്റ് നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഒറിജിനൽ നമ്പറും 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം. 316 316. ഇതിലെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 1ഉം 6ഉം ആണ്. ജോയിൻ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് 16 എന്ന് പറയുന്ന നമ്പർ കിട്ടും. 16 4 × 4 ആയതുകൊണ്ട് 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അങ്ങനെ 4 കൊണ്ട് ഡിവിസിബിൾ ആയതുകൊണ്ട് ഒറിജിനൽ നമ്പറായ 316ഉം 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ 4ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ജോയിൻ ചെയ്ത് വരുന്ന നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഒറിജിനൽ നമ്പറും 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇനി ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 5 ആണ്. 5ന്റെ ഡിവിസിബിലിറ്റി റൂൾ ചെക്ക് ചെയ്യാൻ
നമ്മൾ 2വിൻ്റെ കേസ് പറഞ്ഞ പോലെ എൻഡ് ഡിജിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് നോക്കുക. യൂണിറ്റ് ഡിജിറ്റിൽ 0 അല്ലെങ്കിൽ 5 ഈ രണ്ട് നമ്പേഴ്സിൽ ഏതെങ്കിലും ഒന്നാണ് വരുന്നതെങ്കിൽ കണ്ണും പൂട്ടി എഴുതാം, ആ ഒരു നമ്പർ 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 5 ഇഫ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഈസ് 0 ഓർ 5. ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ നമ്മുടെ എൻഡ് ഡിജിറ്റ് 0 അല്ലെങ്കിൽ 5 ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ നമ്മുടെ ഒറിജിനൽ നമ്പർ 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. എക്സാമ്പിൾസ് ആയിട്ട് നോക്കാം. 45, 70, 125, 250 ഇതെല്ലാം 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. കാരണം ഇവയുടെ എല്ലാം ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ 5 ആണ് അല്ലെങ്കിൽ 0 ആണ്. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 5 അല്ലെങ്കിൽ 0 വരികയാണെങ്കിൽ ആ നമ്പർ 5 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇനി വരുന്നത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 6 ആണ്. 6ന്റെ ഡിവിസിബിലിറ്റി റൂള് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നില്ലേ? നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നതിൽ 2വിൻ്റെ പഠിച്ചു, 3യുടെയും 4ൻ്റെയും 5ൻ്റെയും പഠിച്ചു, അതിൻ്റെ ഇടയ്ക്കൊന്നും നമ്മൾ 6 കണ്ടില്ലല്ലോ എന്നൊരു സംശയം വരാം. പക്ഷെ പറഞ്ഞത് സത്യം തന്നെയാണ്. നമ്മൾ ഓൾറെഡി 6ൻ്റെ പഠിച്ചു കഴിഞ്ഞു. 6 എന്ന് പറയുന്നത് 2 times 3 ആണെന്ന് നമുക്കറിയാമല്ലോ. 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 6 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 6ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2വിൻ്റെയും 3യുടെയും കൂടെ ഡിവിസിബിലിറ്റി റൂൾ ചെക്ക് ചെയ്താൽ മതി. 2വിൻ്റെയും 3യുടെയും ഡിവിസിബിലിറ്റി റൂൾ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പർ 6ൻ്റെ ഡിവിസിബിലിറ്റി റൂളും സാറ്റിസ്ഫൈ ചെയ്യും. അല്ലെങ്കിൽ 2 കൊണ്ടും 3 കൊണ്ടും ഡിവിസിബിൾ ആയ നമ്പർ 6 കൊണ്ടും ഡിവിസിബിൾ ആണെന്ന് നമുക്ക് എഴുതാം. A number is divisible by 6 if it is divisible by both 2 and 3. അപ്പോൾ 2 കൊണ്ടും 3 കൊണ്ടും ഡിവിസിബിൾ ആണെങ്കിൽ 6 കൊണ്ടും ഡിവിസിബിൾ ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ 2വിൻ്റെ ഡിവിസിബിലിറ്റി നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് 0, 2, 4, 6, 8 ഇതിൽ ഏതെങ്കിലും ഒന്ന് വരികയാണെങ്കിൽ ഒറിജിനൽ നമ്പർ 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇനി 3യുടെ ഡിവിസിബിലിറ്റി റൂൾ എങ്ങനെയാണ് പറഞ്ഞേ? തന്നിരിക്കുന്ന നമ്പറിലെ ഡിജിറ്റ്സിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ ആ സം എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഒറിജിനൽ നമ്പറും 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അങ്ങനെയാണ് 2വിൻ്റെയും 3യുടെയും ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ പറഞ്ഞത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 132 ഇതിൽ ആദ്യം നമുക്ക് 2 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാം. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് ഏതാണ്? 2 ആണ്. 2 വന്നതുകൊണ്ട് അതൊരു ഈവൻ ഡിജിറ്റ് ആണ്. therefore it is divisible by 2. ഇനി നമുക്ക് ഡിജിറ്റ്സിൻ്റെ സം എടുക്കാം. 1 + 3 + 2 6 ആണ്. 6 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 3 ആണ്. അങ്ങനെ 2 കൊണ്ടും 3 കൊണ്ടും ഡിവിസിബിൾ ആയതുകൊണ്ട് 132 എന്ന് പറയുന്നത് 6 കൊണ്ടും ഡിവിസിബിൾ ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ എക്സാമിന് 6 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക, ദെൻ 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. രണ്ട് റൂൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം 6 കൊണ്ടും ഡിവിസിബിൾ ആണെന്ന്. ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ അവസാനത്തെ ഡിവിസിബിലിറ്റി റൂളാണ് 7ൻ്റെ ഡിവിസിബിലിറ്റി റൂള്. 7ൻ്റെ ഡിവിസിബിലിറ്റി റൂള് നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 7ൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന നമ്പറിലെ ലാസ്റ്റ് ഡിജിറ്റിൻ്റെ ട്വൈസ് അല്ലെങ്കിൽ ഇരട്ടി എടുക്കുക. അപ്പോൾ ഈ ട്വൈസ് എടുക്കുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും. ആ നമ്പർ റിമൈനിങ് നമ്പേഴ്സിൽ നിന്നും സബ്ട്രാക്റ്റ് ചെയ്യുക. ഇങ്ങനെ സബ്ട്രാക്റ്റ് ചെയ്ത് കിട്ടുന്ന നമ്പർ 7 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ നമ്മുടെ ഒറിജിനൽ നമ്പറും 7 കൊണ്ട് ഡിവിസിബിൾ ആണ്. എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 7 ഇഫ് ഡബിൾ ദ ലാസ്റ്റ് ഡിജിറ്റ്. ഡബിൾ ചെയ്യുക, അതേ മീനിങ് തന്നെയാണ് നമ്മൾ ട്വൈസ് എടുക്കുക എന്ന് പറഞ്ഞത്. ഓക്കെ, ഡബിൾ ദ ലാസ്റ്റ് ഡിജിറ്റ് ദെൻ സബ്ട്രാക്ട് ഇറ്റ് ഫ്രം ദ റിമൈനിങ് നമ്പർ. ബാക്കിയുള്ള നമ്പേഴ്സിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. അതായത് ലാസ്റ്റ് ഡിജിറ്റ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 ഡിജിറ്റോ 3 ഡിജിറ്റോ ഒക്കെ നമ്പർ കാണുമല്ലോ. ആ നമ്പറിൽ നിന്നും ഈ ഡബിൾ ചെയ്ത് കിട്ടിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യുക. ഇഫ് ദ റിസൾട്ട് ഈസ് ഡിവിസിബിൾ ബൈ 7 ദ ഒറിജിനൽ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 7. അങ്ങനെ സബ്ട്രാക്ഷൻ കഴിഞ്ഞ് കിട്ടുന്ന നമ്പർ 7 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഒറിജിനൽ നമ്പറും 7 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആകും. ഫോർ എക്സാമ്പിൾ 203. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്. 3യുടെ ഡബിൾ എന്ന് പറയുമ്പോൾ അത് 6 ആണ്. നമ്മുടെ റിമൈനിങ് നമ്പർ 20 ആണ്. 20യിൽ നിന്നും 6 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 14 കിട്ടും.
ഈ 14 എന്ന് പറയുന്നത് 2 ടൈംസ് 7 ആയതുകൊണ്ട് 7 കൊണ്ട് അത് ഡിവിസിബിൾ ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെ 7 കൊണ്ട് അത് ഡിവിസിബിൾ ആയതുകൊണ്ട് ഒറിജിനൽ നമ്പറായ 203യും 7 കൊണ്ട് ഡിവിസിബിൾ ആണ്. നിങ്ങൾക്ക് എക്സാമ്പിൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ ഒന്നും കൂടെ പറയാം. ആദ്യം ലാസ്റ്റ് ഡിജിറ്റിന്റെ ഡബിൾ എടുക്കുക. ആ ഡബിൾ ചെയ്ത് കിട്ടിയ നമ്പർ റിമൈനിങ് നമ്പേഴ്സിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്ത് കിട്ടിയ നമ്പർ 7 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഒറിജിനൽ നമ്പറും 7 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 7 വരെയുള്ള നമ്പേഴ്സ് 2 തൊട്ട് 7 വരെയുള്ള നമ്പേഴ്സിന്റെ ഡിവിസിബിലിറ്റി റൂൾസ് ആണ് പഠിച്ചത്. നമ്മൾ ആദ്യം പഠിച്ചത് 2ന്റെ ഡിവിസിബിലിറ്റി റൂളാണ്. 2ന്റെ ഡിവിസിബിലിറ്റി റൂളിൽ പറഞ്ഞത് ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് 0, 2, 4, 6, 8 ഈ 5 ഡിജിറ്റ്സിൽ ഏതെങ്കിലും ഒന്ന് വരികയാണെങ്കിൽ എൻറ്റയർ നമ്പർ 2 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറയാം. ഇനി 3ന്റെ ഡിവിസിബിലിറ്റി റൂൾ എങ്ങനെയാണ് പറഞ്ഞത്? തന്നിരിക്കുന്ന നമ്പറിലെ എല്ലാ ഡിജിറ്റ്സിൻ്റെയും സം എടുക്കുമ്പോൾ കിട്ടുന്ന നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഒറിജിനൽ നമ്പറും 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 4ന്റെ ഡിവിസിബിലിറ്റി റൂളിൽ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ചേർത്ത് എഴുതുമ്പോൾ കിട്ടുന്ന നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഒറിജിനൽ നമ്പറും 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അങ്ങനെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ചേർത്ത് എഴുതുമ്പോൾ ഓർഡർ നോക്കി വേണം എഴുതാൻ, അതൊക്കെ മറന്നു പോകരുത്. ഇനി 5ന്റെ ഡിവിസിബിലിറ്റി റൂളിൽ പറഞ്ഞത് ലാസ്റ്റ് ഡിജിറ്റ് 0 അല്ലെങ്കിൽ 5 ആണ് വരുന്നതെങ്കിൽ ഒറിജിനൽ നമ്പർ 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. 6ന്റെ ഡിവിസിബിലിറ്റി റൂൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക, 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. 2 കൊണ്ടും 3 കൊണ്ടും ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ 6 കൊണ്ടും ഡിവിസിബിൾ ആണ്. അവസാനമായി പഠിച്ചത് 7ന്റെ ഡിവിസിബിലിറ്റി റൂളാണ്. 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ ചെക്ക് ചെയ്യാൻ തന്നിരിക്കുന്ന നമ്പറിലെ ലാസ്റ്റ് ഡിജിറ്റിന്റെ ഡബിൾ എടുക്കുക. ഡബിൾ ചെയ്ത് കിട്ടുന്ന നമ്പർ റിമൈനിങ് നമ്പേഴ്സിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് 7 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഒറിജിനൽ നമ്പറും 7 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ച ഡിവിസിബിലിറ്റി റൂൾസ്. ഇനി ഞാൻ 4 നമ്പേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ പറഞ്ഞ 2 തൊട്ട് 7 വരെയുള്ള ഡിവിസിബിലിറ്റി റൂൾസ് എല്ലാം ഈ ഓരോ നമ്പേഴ്സിലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കി ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ട് ഡിവിസിബിൾ ആണ്, ഏതൊക്കെ കൊണ്ട് ഡിവിസിബിൾ അല്ല എന്നുള്ള നിങ്ങളുടെ ഫൈൻഡിങ്സ് ഈ വീഡിയോയുടെ താഴെ കമൻസ് ആയിട്ട് അറിയിക്കുക.